പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗം വിജയദാസ് MLA, ശേഖർ മോഹനൻ, വേദിയിലുള്ള മറ്റു നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരിയും സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആര്യങ്കാവിന്റെ മണ്ണിൽ ഇന്നീ സായാഹ്നത്തിൽ ഇത്തരത്തിലൊരു പൊതുയോഗം നടത്താൻ ഇടവന്ന സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോടെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആര്യങ്കാവ് പ്രദേശത്തെ ജനങ്ങൾ സ്വൈരമായി സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. നമ്മൾ നമ്മുടെ ജോലിയെല്ലാം ചെയ്ത് കിട്ടിയ വരുമാനം കൊണ്ട് വീട്ടിൽ സുഖകരമായി ജീവിക്കാനും പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കാനും ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ് ഈ ആര്യങ്കാവ് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ നാട്ടിൽ അപൂർവഞ്ചന വേദനിപ്പിക്കുന്ന സംഭവങ്ങളെല്ലാം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതുമാണ്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വേദനയോടുകൂടി കാണുകയും ആര്യങ്കാവിലെ ജനങ്ങൾക്ക് ഇനി ഒരിക്കലും സ്വൈരവും സ്വസ്ഥതയും നഷ്ടപ്പെടരുത് എന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കേണ്ടതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ. എന്നാൽ കഴിഞ്ഞ ദിവസം ആര്യങ്കാവിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാടിന് ഗുണകരമായിട്ടുള്ളതാണോ, ഇവരുടെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാണോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുകയും ആരാണോ തെറ്റു ചെയ്തത് ആ തെറ്റു ചെയ്തവരെതിരായിട്ടുള്ള ഒരു വികാരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ കക്ഷിയും രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുമിച്ച് ശരിയുടെ വർഗത്തേക്ക് വരണമെന്നും അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇങ്ങനെ ഒരു പൊതുയോഗം വിളിച്ചിരുന്നത്. ഞാനിവിടെ വന്നു ഇപ്പോ MLA എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ചെറിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ വന്ന് ഒരു 4 വീട് കണ്ടു. ഒരു നെല്ലിൽ പോയി. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യം ഹമീദിന്റെയും ഒക്കെ ഉമ്മ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സ്വൈരമായ അന്തരീക്ഷം ഉണ്ടാക്കി തരണമെന്നാണ് ആ ഉമ്മ ആവശ്യപ്പെട്ടത്, ആ ഉപ്പ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പിന്നീട് പോയത് മറ്റൊരു വീട്ടിലേക്കാണ്. അവിടെ ഇവ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗൾഫിലായിരുന്നു ആ കുട്ടി. ഇവിടെ വന്ന് പറ്റിയ ഈ വീട്ടിൽ കയറിയിട്ട് നടന്ന ആക്രമണത്തെ തുടർന്ന് 4 മണിക്കൂർ നേരം ആ കുട്ടി മിണ്ടിയിട്ടില്ല. മരിച്ചുപോയി എന്ന് കരുതുന്ന അവസ്ഥ വിട്ടിക്കത്തക്ക രീതിയിലുള്ള ഭീകരത ആ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവയുടെ വീട്ടിൽ കയറി ഇവർ നടത്തി. ഇവിടെ കുട്ടികൾ കോയപ്പുള്ളിക്കാരന്റെ വീട്ടിൽ നല്ല മോട്ടോർ ബൈക്കുകൾ വെക്കുന്നുണ്ട്, വണ്ടിയുണ്ട്. മുഴുവനങ്ങ് കത്തിച്ച് ചാമ്പലാക്കി. കുട്ടിയാപ്പൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ പിന്നീട് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോ ഭാര്യ ഇവരുടെ ആക്രമണം കണ്ട് ബോധം കെട്ട് വീടിയിരിക്കും. നിരവധി മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് ബോധത്തിൽ ഒന്ന് തിരിച്ചു കിട്ടിയത്. ഈ രൂപത്തിലെല്ലാം ഉള്ള ആക്രമണങ്ങളാണ് ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാർ നടത്തിയത്. അത് നല്ല ഒരു ദിവസം, ഒരു പെരുന്നാൾ ദിവസം. ഇതിനെങ്ങനെയാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയാ? ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയോ? ഞങ്ങളുടെ പാർട്ടിയിലേക്ക് പലരും കടന്നു വരുന്നുണ്ട്. ഇനി നാളെ വരാനുണ്ട്. ചിലര് നാളെ 22-ാം തീയതി വരാൻ പോണ ഒരാളുണ്ടല്ലോ, ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതാണ് പറഞ്ഞ് കേട്ടത്. 5ാം മന്ത്രിക്ക് വേണ്ടി നടക്കുന്ന ഒരാൾ ഇവിടെ വരുന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം പറയണം, ഏതാണ് ശരി?
ഏതാണ് തെറ്റ്? ഇവിടെ ഒരു 10, 70, 10, 80 വയസ്സായ ഒരു വയോധികനെ ആക്രമിക്കുന്നു. 7 വയസ്സായ ഒരു കുട്ടിയുടെ നേരെ കണ്ണാക്രമണം നടത്തുന്നു. വീട് മുഴുവൻ തല്ലി തകർക്കുന്നു. അവിടെ താമസിക്കുന്ന ആളുകളുടെ നേരെ വളരെ ഭീകരമായ രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവരെ പേടിപ്പെടുത്തി ജീവൻ തന്നെ പോയിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത്. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസത്തിലേക്ക് ആരും വരാൻ പാടില്ലേ? ഇന്ത്യയിലും മുസ്ലിം ലീഗും വിട്ട് ആരും വരാൻ പാടില്ലേ? ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ. ഇവിടെ ഏത് പാർട്ടികളൊന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരി ഏതെന്ന് തോന്നുന്ന ഒരു പാർട്ടിയിലേക്ക് മാറാൻ ഇവിടെ ജനാധിപത്യപരമായ അവകാശമുള്ള ഒരു സംസ്ഥാനമല്ലേ? അത് നേരത്തെ പറഞ്ഞ ആളാണ് അതിന് ഉത്തരം പറയേണ്ടത്. നേരത്തെ പറഞ്ഞത് 5ാം മന്ത്രി പറയണ്ടേ? ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളിലേക്കും അങ്ങ് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ചതിച്ചുപോയ ആളുണ്ടല്ലോ, ചതിച്ചുപോയ ഉയരുണ്ടല്ലോ. അപ്പോ പാർട്ടിയൊപ്പമാണ് ശരീരവട്ടം നിൽക്കാം. ആ ശരീരവട്ടത്തേക്ക് നിന്നയാളെ ഇങ്ങനെയാണ് കടന്നാക്രമിക്കുന്നതെങ്കിൽ വെറും ലീഗിൽ നിന്നുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കുള്ള മാറ്റം മാത്രമല്ല പ്രിയപ്പെട്ടവരെ. എന്താണെന്നറിയോ? ഇവിടെ ഈ കുടുംബമുണ്ട്, ഹൈദരാജിയുടെ കുടുംബമുണ്ട്. ഒരു നല്ല മക്കൾ, കുറെ മക്കളാണ്. ദുബൈയില് നല്ല ബിസിനസ്സാണ്, കുറെ പൈസ അവർക്കുണ്ട്. ഈ പൈസയൊക്കെ ഈ ലീഗിന്റെ കുറെ സാമൂഹ്യ വിരുദ്ധന്മാരിങ്ങനെ പറ്റി നടക്കായിരുന്നു. എല്ലാ പെരുന്നാളിനും, വലിയ പെരുന്നാളിനും ചെറുപെരുന്നാളിനും ഒക്കെ തക്കാത്ത് കൊടുക്കാൻ വേണ്ടി അവരവിടുന്ന് വീട്ടിട്ട് ഇവരെ കയ്യിലേക്ക് അത് അർഹതയുള്ളവർക്ക് കൊടുക്കൂല. അത് ഇവരിങ്ങനെ പങ്കുവെച്ച് കിട്ടും. ഇതൊക്കെ മനസ്സിലാക്കി അവിടുന്ന് അരി വാങ്ങാനൊന്നും പൈസ അയച്ചു കൊടുക്കും. അതുവരെ അരി വാങ്ങും. എന്നിട്ട് വേറെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കും. ഇവിടെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ, പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ പൈസ അവിടെ തിരിച്ച് വെളിപ്പെടുത്തി കൊടുക്കും. ആ പൈസ പാവപ്പെട്ടവരുടെ കുട്ടികൾക്ക് എത്രയാണ് കല്യാണം കഴിക്കാൻ എത്താന്നുള്ള കണക്ക് ചോദിക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷനും ലീഗിൽ വെച്ചിട്ടുണ്ട്. കണക്ക് ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ അവരൊരു പുണ്യകർമ്മല്ലേ, ദാനധർമ്മമല്ലേ, നല്ലൊരു കുട്ടികളുടെ വിധവയുടെ മക്കള്, എത്തിമായ മക്കൾ, അവിടെ മക്കളുടെ കല്യാണത്തിനുള്ള പൈസയല്ലേ എവിടെ നിന്നാൽ അവരിവിടെ നിന്ന് അയച്ചു കൊടുക്കും. പല കയ്യിലിവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ്, ഇവരുടെ പാർട്ടിയുടെ നേതാവിന്റെ കയ്യിലാണ്, ഇവരുടെ പാർട്ടി അതായിരുന്നു, ഇവരുടെ പാർട്ടിയുടെ കയ്യിൽ നേതാവിന്റെ കയ്യിൽ കൊടുക്കും. അതിന് കണക്ക് ചോദിക്കാൻ പാടില്ല. ലീഗ് കണക്ക് ചോദിച്ചാൽ ഇതാണ് തെറ്റാന്ന് മനസ്സിലാക്കിക്കോ. ആരോടാണ് പറയുന്നതറിയോ? ഇന്ന് ലീഗിനകത്ത് നിൽക്കുന്ന നല്ലവരായ മനുഷ്യരോട് പറയാണ്, ലീഗ് നേതാക്കന്മാരോട് കണക്ക് പൈസയിൽ ചോദിച്ചാൽ നാളെ ഹൈദരാജിയുടെ മക്കൾക്ക് ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടാവുന്ന പഠിപ്പിക്കാനൊക്കെ ഇവരോടൊന്നല്ല, ഇവർക്കൊന്നും പറ്റൂല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഹൈദരാജിയുടെ കുടുംബത്തെ അവരുടെ മക്കളെയും രക്ഷിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവർക്കൊന്നല്ല, ഇതൊന്നും ഇവര് പഠിക്കൂല, ഞങ്ങൾ പഠിക്കൂല. ഇതാകട്ടോ കോയക്കുട്ടിയാഴ്ച, ഞാൻ തോന്നി തെറ്റിപ്പോയി. കോയക്കുട്ടിയാഴ്ചയുടെ മക്കളെ സംരക്ഷിക്കാനുള്ള എല്ലാ കഴിവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അവർ ഈ പാർട്ടിയിലുള്ള കാലം ഞങ്ങൾ അവരെ ഇതല്ലേ പ്രശ്നം. നമ്മുടെ നാട്ടിൽ എവിടെയാണ് പൈസ നോക്കിയിട്ട് ചില റിയൽ എസ്റ്റേറ്റുകാരുണ്ട്. ഒരു വക്കീലെന്ന പേര്, മൂപ്പര് വക്കീലാകും, അയാളുടെ പണി കോടതിയിൽ പോയിട്ട് ബാധിക്കല്ലേ എന്ന മൂപ്പര് കോട്ടയത്തെ സംഘത്തിന്റെ നേതാവായത്. അഭിമാനമുണ്ടെങ്കിൽ ഈ വക്കീൽ പണി ഉപയോഗിച്ചിരുന്ന കോട്ടയത്തെ സംഘത്തിന്റെ നേതാവാണ് ആര്യമാവിലെന്ന് പറയുക. ആ വിദ്യാർത്ഥിന്റെ വീട്ടിൽ പോയപ്പോൾ സങ്കടം തോന്നിട്ടോ. ആ മതിലുണ്ട്, മതിലിന്റെ മുകളിൽ തിരിയുണ്ട്. ആ തിരിയിലൊക്കെ കൊണ്ട് പറിച്ചു മാറ്റം തന്നെ നല്ല കോട്ടയം സംഘത്തിനെ കാര്യമാണ്.
ഒട്ടേറെ പഞ്ചായത്ത് നടക്കിയ വക്കീൽ അന്തസ്സുണ്ടോ ഈ വക്കീലിന്? പേരൊക്കെ ഞാൻ പറയും ആരാ വക്കീൽ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി. വല്ല കോട്ടുണ്ടല്ല, കറുത്ത കോട്ട്, ആ കറുത്ത കോട്ടിടാനുള്ള വല്ല യോഗ്യതയും അവൻ നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പരിശോധിക്കണം. കച്ചേത് പരിശോധിക്കാൻ മാറ്റാൻ. അതിന്റെ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വിദ്യാഭ്യാസം വക്കീലിന്റെ വിദ്യാഭ്യാസമൊക്കെ നേടിയിരുന്ന കുറച്ചൊരു സംസ്കാരം ഉണ്ടാവുമല്ലോ. ആ സംസ്കാരത്തിനനുസരിച്ച് പെരുമാറുമല്ലോ. ആ പെരുമാറ്റം ഇയാളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് അപ്പൊ കുറച്ച് തറവാടിത്തൊക്കെ വേണം. ആ തറവാടിത്തൊക്കെ ഉണ്ടോ മൂപ്പർക്ക് നമുക്ക് അറിയില്ല. എന്തൊക്കെയാണ് മൂപ്പരുടെ കുടുംബത്തിന്റെ തറവാടിത്വം എനിക്കറിയില്ല. പക്ഷെ തറവാടിത്വം ഉണ്ടെങ്കിൽ ഇത് ചെയ്യില്ല. ഒട്ടേറെ പഞ്ചായത്ത് നടക്കേ ഈ ഒരു വക്കീൽ വണ്ടി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ കോട്ടയത്തിൽ പഞ്ചായത്ത്